നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിയ സിമ്പിൾ ഫോർ ലൂപ്പ് എക്സാമ്പിൾസ്, ഇന്ന് നമ്മൾ നെസ്റ്റഡ് ലൂപ്സ് അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. ഈ സെഷനിൽ എല്ലാ എക്സാമ്പിൾസും ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ പ്രോഗ്രാംസ് എല്ലാം തന്നെ മറ്റ് ലൂപ്പുകളായ വൈലും ഡു വൈലും ഒക്കെ ഉപയോഗിച്ച് കൺവേർട്ടൊക്കെ ചെയ്തു നോക്കണം. അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ ആദ്യം തിയറി പഠിച്ചപ്പം പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസിലോട്ട് പോവാം. ഇതുവരെ പഠിച്ച പ്രോഗ്രാമത്തെല്ലാം നമ്മൾ ചെയ്ത സിമ്പിൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു. ഇവിടെ നെസ്റ്റഡ് ലൂപ്സ് ആണ്. നെസ്റ്റഡ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൂപ്പിനകത്ത് വേറൊരു ഈഫ് വരുന്നതിനെയാണ്, ഒരു ലൂപ്പിനകത്ത് വേറെ ലൂപ്പ് വരുന്നതിനെയാണ് എന്താണ് നെസ്റ്റഡ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു ഈഫിനകത്ത് വേറെ ഈഫ് വരുന്നതിനെന്ന് പറയും നെസ്റ്റഡ് ഈഫ് എന്ന് പറയും. ഇവിടെ ഈ പ്രോഗ്രാം നോക്കുക. ഫോർ i = 0, i less than 3 ++ i എന്ന് പറഞ്ഞതാണ്. ഐയുടെ വാല്യൂ 0യിൽ തുടങ്ങി i less than 3 എന്ന് പറഞ്ഞാൽ 0 ആവുമ്പോൾ വർക്ക് ചെയ്യും, 1 ആവുമ്പോൾ വർക്ക് ചെയ്യും, 2 ആവുമ്പോൾ വർക്ക് ചെയ്യും. 3 തവണ ഐ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഓരോ തവണയും 6 മുതൽ 9 വരെയുള്ളയാണല്ലോ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. അത്രയും 6 മുതൽ 9, അല്ലെ ചുരുക്കം 7ാമത്തെ സ്റ്റേറ്റ്മെന്റും 8ാമത്തെ സ്റ്റേറ്റ്മെന്റും എത്ര തവണ ചെയ്യും? i 0 ആയിരിക്കും ചെയ്യും, i 1 ആയിരിക്കും ചെയ്യും, i 2 ആയിരിക്കും ചെയ്യും. അതാണല്ലോ സിമ്പിൾ ലോജിക്ക് പറയുന്നത്. ഇനി അതിനകത്ത് നമ്മൾ വീണ്ടും ഒരു ലൂപ്പ് എഴുതിയേക്കുവാണ്. എന്താണ്? ജെയുടെ വാല്യൂ 0യിൽ തുടങ്ങി j less than 4 എന്നാണ്. ജെയുടെ വാല്യൂ 0യിൽ തുടങ്ങി 4 വരെ ചെയ്യും. അതിൻ്റെ കൂടെ പറഞ്ഞ പ്രിന്റ്എഫ് എത്ര തവണ ചെയ്യും? പ്രിന്റ്എഫ് 8ാമത്തെ ലൈൻ ജെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഓരോ പ്രാവശ്യവും 0, 1, 2, 3, 4 5 തവണ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഓരോ ഐക്കും ജെ എത്ര തവണ ചെയ്യും? 5 തവണ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഫോർ ഈച്ച് വേരിയേഷൻ ഓഫ് ഐ ജെ വേരീസ് ഫ്രം 0 to 4. അതിന് ചുരുക്കി പറഞ്ഞാൽ ഔട്ടർ ലൂപ്പ് ഐ 3 തവണ ചെയ്യും, ഇന്നർ ലൂപ്പായ ജെ ഓരോ ഐക്കും 5 തവണ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ പ്രിന്റ്എഫ് സ്റ്റേറ്റ്മെന്റ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? 15 തവണ എക്സിക്യൂട്ട് ചെയ്യും. അതിനാണ് ഓരോ സമയത്തുള്ള ഐയുടെയും ജെയുടെയും വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. ചെക്ക് ചെയ്യുക. ആദ്യം ഐയുടെ വാല്യൂ 0 ആയിരിക്കും. ആദ്യം ഐയുടെ വാല്യൂ 0 ആയിരിക്കും. തന്നെ ജെ എത്ര പ്രാവശ്യം വർക്ക് ചെയ്യും? J0, J1, J2, J3, J4. അടുത്ത പ്രാവശ്യം ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഇനിഷ്യലൈസ്. അതാണ് ഞാൻ ആദ്യമേ പഠിപ്പിച്ചു. ഒരു ലൂപ്പിൽ കയറുമ്പോൾ എക്സ്പ്രഷൻ 1 ഒരു പ്രാവശ്യം ചെയ്യുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഐയുടെ വാല്യൂ 0 ആയിരിക്കുമ്പം ജെ 0 ആയിട്ട് ഒരു തവണ ഇൻസ്റ്റലൈസ് ചെയ്യും. ഐയുടെ വാല്യൂ വീണ്ടും അടുത്ത ഓപ്പറേഷനിൽ വരുമ്പം 1 ആയി വരുമ്പോഴും ജെ വീണ്ടും എക്സ്പ്രഷൻ 1 ചെക്ക് ചെയ്യും. അന്നേരം എന്ത് ചെയ്യും? ജെ റീസെറ്റ് ടു 0. അന്നേരം ഐയുടെ വാല്യൂ 1 ആകുമ്പം ജി 0യിൽ തുടങ്ങി എവിടം വരെ പോകും? ജെ 4 വരെ പോകും. പിന്നെ ഐയുടെ വാല്യൂ 2 ആകുമ്പോഴും എന്ത് ചെയ്യും? ജെ 0യിൽ തുടങ്ങി 4 വരെ ചെയ്യും. അങ്ങനെ ടോട്ടൽ 15 പ്രാവശ്യം ഈ ലൂപ്പിലെ പ്രിന്റ്എഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഔട്ടർ ലൂപ്പിന്റെ ഓരോ വേരിയേഷനും ഇന്നർ ലൂപ്പ് ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ 4 ആയി കഴിയുമ്പം ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി പോകും. ദിസ് ഈസ് ദ പ്രോഗ്രാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഔട്ടർ ലൂപ്പ് ഒരു വാല്യൂ എടുത്തുകൊണ്ട് ഇന്നർ ലൂപ്പ് ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അടുത്ത വാല്യൂ എടുക്കും, ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അതാണ് നെസ്റ്റിംഗ് ലൂപ്പിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. നെസ്റ്റഡ് ലൂപ്പ് ഉപയോഗിച്ച് ഒരു ട്രയാങ്കിൾ എങ്ങനെ ഉണ്ടാക്കാം? ഞാൻ ഔട്ട്പുട്ട് കാണിച്ചത് എങ്ങനെയാണ് വേണ്ടതെന്ന്. ഈ രീതിയിലുണ്ടാകുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്ത് ഐയുടെ വാല്യൂ 1 തുടങ്ങി 10 തവണ. ആ 10 തവണ എന്നുള്ളത് 10 ലൈനുകൾ വരാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ ലൈനിൽ നമുക്ക് ആവശ്യം, ഒന്നാമത്തെ ലൈനിൽ 1 സ്റ്റാർ, രണ്ടാമത്തെ ലൈനിൽ 2 സ്റ്റാർ, മൂന്നാമത്തെ ലൈനിൽ 3 സ്റ്റാർ, അങ്ങനെ 10ാമത്തെ ലൈനിൽ 10 സ്റ്റാർ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഐയുടെ വാല്യൂ 1 തുടങ്ങി 10 വരെ വേരി ചെയ്തു. അത് കഴിഞ്ഞ് ആദ്യം എന്ത് ചെയ്തു? പുതിയൊരു ലൈനിലായി. അത് ഒരു ലൈൻ തുടക്കമായി. ജെ ലൂപ്പ് എവിടെ തൊട്ടാണ്? 1 തുടങ്ങി ഐ വരെയാണ്. ആദ്യ പ്രാവശ്യം ജെ ലൂപ്പ് 1 തുടങ്ങി 1 വരെ ചെയ്യും, 1 സ്റ്റാർ പ്രിന്റ് ചെയ്യും. അടുത്ത പ്രാവശ്യം ജെ ലൂപ്പ് ഐയുടെ വാല്യൂ 2 ആകുമ്പം ജെ 1 തുടങ്ങി ഐയുടെ വാല്യൂ 2 ആണ്, 2 പ്രാവശ്യം ചെയ്യും. ഐയുടെ വാല്യൂ 10 ആകുമ്പം ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്യും? ജെയുടെ വാല്യൂ 1 തുടങ്ങി 10 പ്രാവശ്യം ചെയ്യും. ഓരോ പ്രാവശ്യവും പുതിയ ലൈനിലോട്ട് വരാൻ വേണ്ടിയാണ് പ്രിന്റ്എഫ് ന്യൂലിൻ ഇട്ടേക്കുന്നത്. എത്ര സ്റ്റാർ പ്രിന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എന്താണ്? ജെ ലൂപ്പാണ്. ഓക്കെ,
വേറൊരു എക്സാമ്പിളാണ്. നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് ഞാനിപ്പം കാണിച്ചു തരാം. അതേപോലെ ഒരു പ്രോഗ്രാമാണ് നമുക്ക് എഴുതി ഉണ്ടാക്കേണ്ടത്. കണ്ടില്ലേ, ഒരു പിരമിഡോ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളോ ഒക്കെ ഉണ്ടാക്കേണ്ടത് അവിടെ നമ്പേഴ്സ് ഉപയോഗിച്ചു. ഒന്നാമത്തെ ലൈനിൽ 1, രണ്ടാമത്തെ ലൈൻ 2, 2, മൂന്നാമത്തെ ലൈനിൽ 3, 3, അങ്ങനെ 10ാമത്തെ ലൈനിൽ 10, 10. നേരത്തെ എഴുതിയ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ, വ്യത്യാസങ്ങളൊന്നുമില്ല. 8ാമത്തെ ലൈനിലുള്ള പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശകലം വ്യത്യാസമുള്ളൂ. എന്താണ്, നേരത്തെ സ്റ്റാർ പ്രിന്റ് ചെയ്തെങ്കിൽ ഇവിടെ എന്തിന്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്തേക്കുന്നത്? ഐയുടെ വാല്യൂ. ഒന്നാമത്തെ ഐയുടെ വാല്യൂ 1 ആയിരിക്കുമ്പം ജയിലു ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, അതുകൊണ്ട് എന്ത് ചെയ്യും? 1 പ്രിന്റ് ചെയ്യുള്ളൂ. ഐയുടെ വാല്യൂ 2 ആകുമ്പം ജയിലൂപ്പ് 2 തവണ പ്രിന്റ് ചെയ്യും, അതുകൊണ്ട് എന്ത് ചെയ്യും? 2 എന്നുള്ള നമ്പർ 2 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ എന്ത് ചെയ്യും? ജയിലൂപ്പ് 3 പ്രാവശ്യം ചെയ്യും, അതുകൊണ്ട് ഐയുടെ വാല്യൂ 3 തവണ പ്രിന്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ? നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ പ്രോഗ്രാമിൽ 8ാമത്തെ ലൈന് ഐയുടെ വാല്യൂ മാറ്റി നമ്മൾ ജെ എന്നാണ് കൊടുത്തിരുന്നത് വിചാരിക്കുക. എന്ത് ഔട്ട്പുട്ട് കിട്ടിയേനെ? ആലോചിച്ച് നോക്കുക. ജെ ആണ് പറയുന്നത് ആദ്യത്തെ ലൈനിൽ ജെയുടെ വാല്യൂ 1 ഒരു പ്രാവശ്യമേ വർക്ക് ചെയ്യുള്ളൂ, അതുകൊണ്ട് 1 കിട്ടും. രണ്ടാമത്തെ പ്രാവശ്യം എന്തായിരിക്കും കിട്ടുന്നത്? രണ്ടാമത്തെ ലൈനിൽ 1, 2 എന്നായിരിക്കും. മൂന്നാമത്തെ ലൈനിൽ എന്തായിരിക്കും? 1, 2, 3 എന്നായിരിക്കും. നാലാമത്തെ ലൈനിൽ എന്തായിരിക്കും? 1, 2, 3, 4 എന്നായിരിക്കും. കാരണം ജെയുടെ വാല്യൂ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. 10ാമത്തെ ലൈനിൽ എന്തായിരിക്കും? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നായിരിക്കും. ആ രീതിയിലൊരു സീരീസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോഗ്രാമിലോട്ട് പോവാം. അടുത്ത പ്രോഗ്രാം ടു ഡിസ്പ്ലേ ആൾ പെർഫെക്റ്റ് നമ്പേഴ്സ് ബിലോ 500. ഇപ്പം കാണുന്ന പ്രോഗ്രാം ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യം ഒരു നമ്പർ പെർഫെക്റ്റ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതേ പ്രോഗ്രാം തന്നെയാണ് ഞാനിവിടെ കോപ്പി ചെയ്തേക്കുന്നത്. പ്രിന്റ് ഓഫ് എൻ്റർ എ നമ്പർ, സ്കാൻ എ %d ആൻഡ് ഓഫ് n, എന്നിട്ട് സം ഈക്വൽ ടു 0, i ഈക്വൽ ടു 1, i ലെസ് ദാൻ ഓർ ഈക്വൽ n/2 വരെ ചെയ്യുക. ഓരോ തവണയും n mod iക്ക് റിമൈൻഡർ 0 ഉണ്ടാവുന്ന നമ്പർ മാത്രം നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു, സമ്മിൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് സമ്മും എന്നും സെയിം ആണെങ്കിൽ പെർഫെക്റ്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ നോട്ട് എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ പെർഫെക്റ്റ് ആണോ ഇല്ലയോ കണ്ടുപിടിക്കാനുള്ള ലോജിക്കൽ പാർട്ട് 6 മുതൽ 8 വരെയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ശരി, മനസ്സിലായല്ലോ? 6 മുതൽ 8 വരെയുള്ള ബ്ലാക്ക് കളറിൽ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇത് എത്ര തവണ ഇനി ചെയ്യണം? നേരത്തെ ഒരു തവണ ചെയ്താൽ കൊടുക്കുന്ന നമ്പർ ചെയ്താണ്, ഇനി അത് 500 നമ്പറും ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഔട്ടർ ലൂപ്പ് എഴുതാം. ഐയുടെ വാല്യൂ 1 തുടങ്ങി i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 ആവുന്നവരെ ചെയ്താൽ മതിയല്ലോ. അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് അവിടെ ഇടണം. 10ാമത്തെ എങ്ങാണ് സ്ഥലത്ത് 10ഓ 12ഓ കാണുന്ന സ്ഥലത്ത് അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം, കൊടുക്കുന്ന നമ്പർ പെർഫെക്റ്റ് ആണോ ഇല്ലയോ എന്ന് പ്രിന്റ് ചെയ്യുകയല്ല നമുക്കിന് വേണ്ടത്. ആണെങ്കിൽ മാത്രം പ്രിന്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് സമ്മിന്റെ വാല്യൂവും എന്നിന്റെ വാല്യൂവും സമമാണെങ്കിൽ മാത്രം എന്തെന്ന് ആ നമ്പർ പ്രിന്റ് ചെയ്ത് കാണിക്കുക. പെർഫെക്റ്റ് എന്നോ നോട്ട് എന്നോ എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല. നമ്പർ അന്നേരമുള്ള ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്ത് കാണിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സിംഗിൾ നമ്പർ ചെയ്യാനുള്ള പ്രോഗ്രാം ആയിരുന്നു. ഇതിനകത്ത് 4ാമത്തെ 5ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ ആവശ്യമില്ല, അത് കളയാം. അടുത്ത 9ാമത്തെ സ്റ്റേറ്റ്മെന്റും നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പം 6, 7, 8 എന്ന് പറഞ്ഞ ലോജിക്കൽ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ഉണ്ട്. ഈ സ്റ്റേറ്റ്മെന്റുകൾ എത്ര തവണ ചെയ്യണം? 500 തവണ ചെയ്യണം. അതാണ് ഫോർ i ഈക്വൽ ടു 1, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേണേ കൊടുത്തോളൂ. 500 താഴെയാണെങ്കിൽ ലെസ് ദാൻ മതി. പ്ലസ് i സ്റ്റാർട്ടിംഗ് ബ്രേസ്. ഇതാണ് ബ്രേസ്. അടുത്ത ലൈൻ എഴുതിയാലും മതി, ഇവിടെ അങ്ങ് എഴുതി പോയെന്നുള്ളത് കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞ് ഇനി ബ്രേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് 6ാമത്തെ 7ാമത്തെ 8ാമത്തെ ലൈനും ഇപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നിൽക്കുവാണ്. ഇനി നമ്മൾ 2 ലൈനോട് ആഡ് ചെയ്ത് 10ഉം 11 എന്താണ്? ഏതെങ്കിലും സമയത്ത് ഐയുടെ വാല്യൂ i എന്ന് പറഞ്ഞാൽ ഇവിടെ n തന്നെ അങ്ങ് യൂസ് ചെയ്തു. എന്നാ നമ്മൾ നമ്പർ എന്നുള്ള നേരത്തെ നമ്പർ ആയിരുന്നു അക്സെപ്റ്റ് ചെയ്ത് ആ n തന്നെ ഇവിടെ യൂസ് ചെയ്യും. n 1 തുടങ്ങി 500 വരെ ചെയ്തു. എന്നിൻ്റെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ 6, 7, 8 എന്ന് പറയുന്ന ലോജിക്കൽ പാർട്ട് ഓഫ് ദ പെർഫെക്റ്റ് ഒക്കെയാണ് എക്സിക്യൂട്ട് ചെയ്തിട്ട് സമ്മ് കണ്ടുപിടിച്ചിട്ട് എവിടെ വരും? 10ാമത്തെ ലൈൻ നോക്കുക. അന്നേരമുള്ള സമ്മും എന്നും തുല്യമാണെങ്കിൽ എന്ത് ചെയ്യും? അന്നേരം ഏതെങ്കിലും സമയത്ത് ഫാക്ടേഴ്സിന് സം എടുക്കുമ്പോൾ ഓരോ എന്നിനും വേരി ചെയ്യുമല്ലോ. n 1 ചെയ്യും, 2 ചെയ്യും, 3 ചെയ്യും, 4 ചെയ്യും, അങ്ങനെ ചെയ്ത് 6 3 ചെയ്യും, 4 ചെയ്യും, 5 ചെയ്യും, 6 ചെയ്യും. 6 എന്താണ്? സമ്മും ഐയും കൂടെ ചെയ്യുമ്പോൾ നമ്പർ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അന്നേരമുള്ള എന്നിൻ്റെ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. അന്നേരം ഏതൊക്കെ സമയത്ത് സമ്മിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുമ്പോൾ സമ്മും കറണ്ട് n വാല്യൂ സെയിം ആയി വരുന്നു, അന്നേരമുള്ള നമ്പേഴ്സ് മാത്രം നമ്മളങ്ങ് പ്രിന്റ് ചെയ്ത് പോകും. ഇവിടെ ചെക്ക് ചെയ്യേണ്ട കാര്യം
ഉള്ളു. ഔട്ടർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ലൈനിൽ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഓരോ എന്നിന്റെ വേരിയേഷനും ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇന്നർ ഫോർ ലൂപ്പിന് ഓരോ പ്രാവശ്യം തുടങ്ങുമ്പോഴും എന്നിന്റെ പുതിയ വാല്യൂ കിട്ടുമ്പോഴും സമ്മ് 0 ആക്കും, ഐയുടെ വാല്യൂ 1 തുടങ്ങി തന്നെ തുടങ്ങും. ഔട്ട്പുട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടോ ഏതൊക്കെ കിട്ടി നമുക്ക് ഔട്ട്പുട്ട്? 6, 28, 96 എന്നുള്ള 3 നമ്പേഴ്സ് മാത്രമേ 500 താഴെ പെർഫെക്റ്റ് ആയിട്ട് ഉള്ളൂ. ഓക്കെ, ക്ലിയർ? ഡിസ്പ്ലേ ആൾ പ്രൈം നമ്പേഴ്സ് ബിലോ 500. നേരത്തെ ജസ്റ്റ് മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ മാത്രമേ ഉള്ളൂ. ഈ പ്രോഗ്രാമിൽ മൂന്നാമത്തെ ലൈൻ 4ാമത്തെ ലൈൻ നമുക്ക് ഒരു നമ്പർ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമിനെ നമ്മൾ മാറ്റാൻ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നെയാണ്. അത് രണ്ടും നമുക്ക് ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്തു? ആ പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്യണമെന്ന് വെച്ചോ. അതുകൊണ്ട് പ്രിന്റ് ഓഫ് എൻ്റർ എ നമ്പർ സ്കാൻ ഓഫ് എന്നും നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഫോർ n ഈക്വൽ ടു 2 n ലെസ് ദാൻ 500 പ്ലസ് i എന്നിൻ്റെ വാല്യൂ 2ൽ തുടങ്ങുകയാണ്. എന്നിട്ട് 2 തൊട്ട് 500 വരെയുള്ള ലെസ് ദാൻ 500 വരെയുള്ള ഏതെങ്കിലും നമ്പർ പ്രൈം ആണ്. ഇതിന്റെ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എവിടെ നിന്നാണ് വരുന്നത്? 6 തൊട്ട് തുടങ്ങി 12 വരെയുള്ള കൊടുത്തേക്കുന്ന ബ്രേസിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രൈം ആണോ ഇല്ലയോ ചെക്ക് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്. ഓരോ നമ്പറും പ്രൈം ആണോ അല്ലയോ എഴുതി കാണിക്കേണ്ട. ഏതെങ്കിലും സമയത്ത് ഐയുടെ വാല്യൂ കറണ്ട് വാല്യൂ ഓഫ് എന്നിനേക്കാളും കൂടുതലായിട്ട് വരുന്ന സമയത്ത് മാത്രമുള്ള നമ്പറിനെ പ്രിന്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈം നമ്പേഴ്സ് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ 5ൽ എഴുതിയേക്കുന്ന ഫോർ ലൂപ്പിന്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? 6 to 10 വരെയുള്ള സ്റ്റേറ്റ്മെന്റ്. ഏതെങ്കിലും സമയത്ത് ഓരോ ഐട്രേഷനിലും ഞാൻ പറഞ്ഞല്ലോ എന്നിന്റെ വാല്യൂ ഓരോ നാമ്പഴും ഐയുടെ വാല്യൂ റീസെറ്റ് ചെയ്യും. എന്നിട്ട് ചുരുക്കി പറഞ്ഞാൽ ആ സമയത്ത് ഏതെങ്കിലും ലൂപ്പിൽ നിന്ന് സെക്കൻഡ് ഇന്നർ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള ഐയുടെ വാല്യൂ എന്നിനേക്കാളും മുകളിലായാൽ ആ സമയത്തുള്ള ഐ പ്രിന്റ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യും? പ്രൈം ആയിരിക്കും. നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. കണ്ടോ 2, 3, 5, 7, 11 അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഇതെല്ലാം എന്ത് തന്നെയാണ്? 500 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ആണ്. കുറച്ച് മാത്തമാറ്റിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സർസൈസ് ആണ്. പ്രോഗ്രാം ടു ഇവാലുവേറ്റ് ദ സീരീസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർഡ് പ്ലസ് എക്സ് റേസ് ടു 3 പ്ലസ് എക്സ് റേസ് ടു 4 അപ് ടു എക്സ് റേസ് ടു n ടേംസ് n വരെയുള്ള ടേംസിന്റെ സീരീസ് ഇവാലുവേറ്റ്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു ടേമും മറ്റൊരു ടേമിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ പ്രോഗ്രാമിൽ എന്താണ്? ടേമിന്റെ കൂടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത ടേം ഉണ്ട്. എക്സിന്റെ കൂടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് സ്ക്വയർഡ് ആയി. എക്സ് സ്ക്വയർഡിന്റെ കൂടെ അടുത്ത മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? എക്സ് റേസ് ടു 3 ആയി. എക്സ് റേസ് ടു 3യുടെ അടുത്ത ടൈം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എക്സ് റേസ് ടു 4 ആവും. എന്നാൽ ചുരുക്കി പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും കിട്ടുന്ന ടേം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഗുണിച്ച് പ്രോഡക്റ്റ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനെ എടുത്തൊരു സം എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ സം ഈക്വൽ ടു സം പ്ലസ് ടൈം, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ടേം ഈക്വൽ ടു ടേം ഇൻറ്റു സംതിങ്. ഇവിടെ എക്സ് ആണെങ്കിൽ വേറെ സ്ഥാനത്ത് അത് വേറെ ആയിരിക്കും ഡിഫറൻറ്റ്. എന്തായാലും എക്സിന് പകരം ആസ് പെർ ദിസ് എക്സാമ്പിൾ വ്യത്യാസം എക്സ് മാത്രമേ ഉള്ളൂ. വേറെ ടൈമിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം. അതിന് ടേം ഈസ് ഈക്വൽ ടു ടേം ഇൻറ്റു സംതിങ്ങും സം ഈസ് ഈക്വൽ വാട്ട്? സം ഈക്വൽ ടു ടേം. ഓക്കെ, ഈ പ്രോഗ്രാമിനകത്ത് നമ്മൾ നോക്കുക, ഫ്ലോട്ട് വേരിയബിൾസ് ആ എക്സും ടേമും സമ്മും ഒക്കെ ഡിക്ലെയർ ചെയ്തു. i, n print of enter the value of x and number of terms. നമ്മൾ എക്സിന്റെ വാല്യൂ നമ്പർ ഓഫ് ടേംസും ആണ്. ഇവിടെ ആസ് പെർ എക്സാമ്പിൾ ഞാൻ ടേം 2 എന്നും വാല്യൂ 5 എന്നും കൊടുക്കുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ വാല്യൂ എത്രയാണ്? 2. 2 പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 റേസ് ടു 3 പ്ലസ് 2 റേസ് ടു 4 പ്ലസ് 2 റേസ് ടു 5 വരെ. അതാണ് ടേംസ്. അതാണ് ഐയുടെ എക്സിന്റെ വാല്യൂ എപ്പോഴും 2 ആയിരിക്കും. ഐയുടെ വാല്യൂ 1 തുടങ്ങി 5 വരെ പ്രാവശ്യം ചെയ്യണം. അതാണ് 5 ടേമുകൾ. എക്സിന്റെ വാല്യൂ 2. പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ ഇത് കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യുന്നത്? ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 ഐ ലെസ് ദാൻ ഈക്വൽ ടു n പ്ലസ് ഐ ലൂപ്പ് 5 തവണ ചെയ്യും. ടേം ഈസ് ഈക്വൽ ടു ടേം ഇൻറ്റു എക്സ്. ആദ്യ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്ത്? ടേമിന്റെ വാല്യൂ 1 ആയിരുന്നു. 1 ഇൻറ്റു എക്സ് എന്താണ്? ടേം എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ എന്തായിട്ട്? 2 കിട്ടി. ആ സമയത്ത് സമ്മിലും എന്തായി? 2 ആയി. അടുത്ത തവണ നമ്മൾ എന്ത് ചെയ്തു? ടേമിൽ നിലവിൽ 2 ഉണ്ട്, അതിന്റെ കൂടെ 2 കൂടെ മൾട്ടിപ്ലൈ, ഞാൻ നേരത്തെ പറഞ്ഞു എക്സിന്റെ കൂടെ എക്സ് കൂടെ മൾട്ടിപ്ലൈ എക്സ് സ്ക്വയർഡ് ആയി. അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ ടേമിന്റെ വാല്യൂ 62ഉം 32ഉം റിസൾട്ട് എന്ത് കിട്ടും? 62 എന്നും കിട്ടും. ചുരുക്കി പറഞ്ഞ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താണ്? സം ഈക്വൽ ടു 62. ദിസ് ഈസ് ദി ജനറൽ ലോജിക് ആണെന്ന് പറഞ്ഞത്. ടേം ഈസ് ഈക്വൽ ടു ടേം ഇൻറ്റു സംതിങ്ങും അതിന്റെ ഡിഫറൻസ് ആണ് സംതിങ് എന്ന് പറയുന്നത്. ആസ് പെർ ദിസ് കേസ് ഇറ്റ് ഈസ് എക്സ്. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ടേം. ഓക്കെ, ഇവിടെ ഇവാലുവേറ്റ് ദ സീരീസ് 1 പ്ലസ്, നേരത്തെ എക്സ് തന്നെ തുടങ്ങി, ഇവിടെ 1 പ്ലസ് ആണ്. 1 പ്ലസ് എക്സ് റേസ് ടു 2, അടുത്ത ടൈം എന്താണ്? എക്സ് റേസ് ടു 4 ആണ്. അടുത്ത എന്താണ്? എക്സ് റേസ് ടു 6 അപ് ടു
x raised to 10 വരെയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. n ടൈംസിൽ 10 ആണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? x into x ആണ്. x സ്ക്വയർഡ് ആണെങ്കിൽ അടുത്ത x raised to 4 ആണ്, അടുത്ത x raised to 6 ആണ്. അന്നേരം ടേം ഈസ് ഈക്വൽ ടു ടേം പ്ലസ് സംതിങ് എന്ന് പറഞ്ഞാൽ ടേം ഇൻറ്റു സംതിങ് എന്ന് പറഞ്ഞാൽ ടേം ഇൻറ്റു x ആണ് ഇവിടെ ഡിഫറൻസ്. ഓക്കെ, ഓരോ പ്രാവശ്യമുള്ള ടേമിൻ്റെ കൂടെ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്ത് x into x മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് പുതിയ ടേം കിട്ടും. അതെല്ലാം കൂടെ കൂട്ടി ഒരു വേരിയബിൾ വെച്ചാൽ മതി. ഇവിടെ സം എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ നോക്കുക, സീരീസ് ഒന്നിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സമ്മിൻ്റെ വാല്യൂ ആദ്യം എന്തായിട്ട് ഇൻഷ്യലൈസ് ചെയ്തു? 1 ആയിട്ട് ഇൻഷ്യലൈസ് ചെയ്തു. നേരത്തെ പ്രോഗ്രാം പോലെ തന്നെ ടേമിൻ്റെ വാല്യൂ 1, ആദ്യം ടേം ഇൻറ്റു x സ്ക്വയർഡ് കിട്ടി, അത് കൂട്ടി വെച്ചു. അടുത്ത പ്രാവശ്യം എന്ത് ചെയ്തു? ടേമിൽ x സ്ക്വയർഡ് ഉണ്ട്, 1 ഉണ്ട്, x സ്ക്വയർഡ് ഉണ്ട്, സമ്മിൽ 1 പ്ലസ് x സ്ക്വയർഡ് സമ്മിലുണ്ട്. അടുത്ത പ്രാവശ്യം ടേമിൽ എന്തുണ്ട്? x സ്ക്വയർഡ് ഉണ്ട്. അതിയുടെ വാല്യൂ അടുത്ത പ്രാവശ്യം തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? 2ലാണ് തുടങ്ങിയേക്കുന്നത് നമ്മൾ. എന്നിട്ട് ഓരോ പ്രാവശ്യം 2 വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2, 4, 6, 8, 10 5 പ്രാവശ്യം ചെയ്യും. അതെന്താണ്? അടുത്ത പ്രാവശ്യം ടേം ഈസ് ഈക്വൽ ടു x into x, അതിയുടെ വാല്യൂ 2 ചെയ്തു. അടുത്ത ഐയുടെ വാല്യൂ 5 പ്രാവശ്യം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ i equal to 1, i less than or equal to 5 പ്ലസ് പ്ലസ് i എന്ന് എഴുതിയാലും മതി. ഇവിടെ i ഒന്നും എക്സിൻ്റെ വാല്യൂ ആണല്ലോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ. എക്സിൻ്റെ വാല്യൂ 2 ആണ്. എന്നിട്ട് ടേമിൻ്റെ ടേം എന്ന് പറഞ്ഞാൽ ആദ്യം ടേമിലുണ്ട്, പിന്നെ അതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. 4i 6 ആവും, 8 ആവും, 10 ആവും. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ലോജിക്ക്. ടേം ഇൻറ്റു സംതിങ്, ഇവിടെ ഡിഫറൻസ് പറഞ്ഞാൽ എന്താണ്? x into x ആണ്. ഓക്കെ, പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എക്സിൻ്റെ വാല്യൂ 2 എന്ന് കൊടുത്താൽ ആസ് ഫോർ എക്സാമ്പിൾ 5 ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 10 വരെ എത്തുമ്പോൾ 1365 എന്നുള്ള ആൻസർ കിട്ടും. നിങ്ങൾ വേറെ വേറെ വാല്യൂസ് മാറ്റി കൊടുത്തു നോക്കുക. ഓക്കെ, വേറൊരു എക്സാമ്പിളാണ്. നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് ഞാനിപ്പം കാണിച്ചു തരാം. അതേപോലെ ഒരു പ്രോഗ്രാമാണ് നമുക്ക് എഴുതി ഉണ്ടാക്കേണ്ടത്. കണ്ടില്ലേ? ഒരു പിരമിഡോ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളോ ഒക്കെ ഉണ്ടാക്കേണ്ടത് ഇവിടെ നമ്പേഴ്സ് ഉപയോഗിച്ചു. ഒന്നാമത്തെ ലൈനിൽ 1 1, രണ്ടാമത്തെ ലൈൻ 2 2, മൂന്നാമത്തെ ലൈൻ 3 3, അങ്ങനെ 10ാമത്തെ ലൈനിൽ 10 10. നേരത്തെ എഴുതിയ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ, വ്യത്യാസങ്ങളൊന്നുമില്ല. 8ാമത്തെ ലൈനിലുള്ള പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശകലം വ്യത്യാസമുള്ളൂ. എന്താണ്? നേരത്തെ സ്റ്റാർ പ്രിന്റ് ചെയ്തെങ്കിൽ ഇവിടെ എന്തിൻ്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്തേക്കുന്നത്? ഐയുടെ വാല്യൂ. ഒന്നാമത്തെ ഐയുടെ വാല്യൂ 1 ആയിരിക്കുമ്പം ജയിലു ഒരു പ്രാവശ്യം എക്സിക്യൂട്ട്, അതുകൊണ്ട് എന്ത് ചെയ്യും? 1 പ്രിന്റ് ചെയ്യുള്ളൂ. ഐയുടെ വാല്യൂ 2 ആകുമ്പം ജെ ലൂപ്പ് 2 തവണ പ്രിന്റ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും? 2 എന്നുള്ള നമ്പർ 2 പ്രാവശ്യം പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ എന്ത് ചെയ്യും? ജെ ലൂപ്പ് 3 പ്രാവശ്യം ചെയ്യും. അതുകൊണ്ട് ഐയുടെ വാല്യൂ 3 തവണ പ്രിന്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ? നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ പ്രോഗ്രാമിന് 8ാമത്തെ ലൈന് ഐയുടെ വാല്യൂ മാറ്റി നമ്മൾ ജെ എന്നാണ് കൊടുത്തിരുന്നത് വിചാരിക്കുക. എന്ത് ഔട്ട്പുട്ട് കിട്ടിയേനെ? ആലോചിച്ച് നോക്കുക. ജെ ആണ് പറയുന്നത് ആദ്യത്തെ ലൈനിൽ ജെയുടെ വാല്യൂ 1 ഒരു പ്രാവശ്യമേ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് 1 കിട്ടും. രണ്ടാമത്തെ പ്രാവശ്യം എന്തായിരിക്കും കിട്ടുന്നത്? രണ്ടാമത്തെ ലൈനിൽ 1 2 എന്നായിരിക്കും. മൂന്നാമത്തെ ലൈനിൽ എന്തായിരിക്കും? 1 2 3 എന്നായിരിക്കും. നാലാമത്തെ ലൈൻ എന്തായിരിക്കും? 1 2 3 4 എന്നായിരിക്കും. കാരണം ജെയുടെ വാല്യൂ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. 10ാമത്തെ ലൈൻ എന്തായിരിക്കും? 1 2 3 4 5 6 7 8 9 10 എന്നായിരിക്കും. ആ രീതിയിലൊരു സീരീസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോഗ്രാമിലോട്ട് പോവാം.
നെക്സ്റ്റ് പ്രോഗ്രാം ടു വാല്യുവേറ്റ് ദ സൈൻ സീരീസ് എന്താണ് എക്സ് മൈനസ് എക്സ് റൈസ് ടു 3 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5 ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് ആ രീതി ജനറേറ്റ് ചെയ്യുന്ന ഗ്രോ ചെയ്ത് പോകുന്ന സീരീസ് ആണ് സൈൻ സീരീസ്. ഇവിടെ എൻ്റർ ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഡിഗ്രി ആൻഡ് നമ്പർ ഓഫ് ടേംസ്. ഡിഗ്രിയിലായതുകൊണ്ട് നമ്മൾ കുറച്ച് ഡബിൾ വേരിയബിൾ ആയതുകൊണ്ട് ഇവിടെ LF ഉപയോഗിച്ചു. നമ്പർ ഓഫ് ടൈംസ് n. ഡിഗ്രിയിൽ കിട്ടിയതിനെ നമ്മൾ 6th സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുക. 6th സ്റ്റേറ്റ്മെന്റ് ഡിഗ്രിയിൽ കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്തു, റേഡിയൻസ് ആക്കി മാറ്റാൻ വേണ്ടി 3.14159 14 വരെ ആയാലും മതി, ആക്യുറസി കൂട്ടാൻ വേണ്ടി കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ 180 എക്സിന് വാല്യൂ കണ്ടുപിടിച്ചു. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഡിഗ്രിയിൽ കൊടുക്കും, അതിനെ റേഡിയൻസ് ആക്കി എക്സ് കൺവേർട്ട് ചെയ്തു. നേരത്തെ പ്രോഗ്രാം പോലെ തന്നെ ഉള്ളൂ, വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ഇവിടെ എന്താണ് എക്സ് ടേം ഈസ് ഈക്വൽ ടു ടേം പ്ലസ് സംതിങ്, പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ വരാം. അതുകൊണ്ടാണ് നമ്മൾ ടേം ഇവിടെ ടേം ഈക്വൽ ടു മൈനസ് ടേം ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഓരോ പ്രാവശ്യവും ഒരു ടേമും വേറെ ടേമും നമ്മൾ വ്യത്യാസം എന്താണ്, ടേം ഇൻറ്റു എക്സ്. ആദ്യം എക്സിൻ്റെ വാല്യൂ നമ്മൾ ടേമിൻ്റെ വാല്യൂ എക്സ് ആയിട്ടാണ് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ആദ്യ പ്രാവശ്യം തന്നെ എന്താണ്, ആദ്യം ഇനിഷ്യൽ സമയത്ത് സമ്മിൻ്റെ വാല്യൂ എക്സ് ആണ്, ഫസ്റ്റ് എക്സ് കിട്ടി. 10ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലായ സം ചെയ്യുമ്പോൾ സം പ്ലസ് ടേം എന്ന് പറയുമ്പോൾ സമ്മിൻ്റെ വാല്യൂ എന്ത് കിട്ടി, എക്സ് ആണ് സെറ്റ് ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്തേക്കുന്നതുകൊണ്ട് അതിന് ഇനിഷ്യൽ വാല്യൂ സമ്മിലുണ്ട്. എന്ന് ചുരുക്കി പറഞ്ഞാൽ ഇനി നെഗറ്റീവ് ടേം വർക്ക് ചെയ്യണം. -x3 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയലാണ് വർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി 10ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ആദ്യം നമ്മൾ മൈനസ് ടേം കൊടുത്തു, മൈനസ് ടേം ആണ് കണ്ടുപിടി നെഗറ്റീവ് ആക്കി. അന്നേരം മൈനസ് ടേം എന്ന് പറഞ്ഞാൽ ടേമിൽ എക്സ് ഉണ്ട്, മൈനസ് ടേം ഇൻറ്റു എക്സ്. ടേമിന്റെ വാല്യൂ എക്സ് ആണ്, ചുരുക്കി പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് നെഗറ്റീവ്, അതിന് x³ കിട്ടി. x³ മൈനസ് ആയി ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയലാണ് വേണ്ടത്. 3 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ 1 തന്നെയാണ്, ചുരുക്കി പറഞ്ഞാൽ 2ഉം 3ഉം മതി. അതിനാണ് എന്ത് ചെയ്ത് 2 × 1 ഇൻറ്റു 2 × 1 + 1 എന്ന് പറഞ്ഞാൽ 2 × 3 എന്ത് കിട്ടും, 6 കിട്ടും. അത് നമ്മൾ ടേമിൽ കൊണ്ടുവച്ച് നേരത്തെ ഉണ്ടായ എക്സിൻ്റെ കൂടി ടേം കൂടെ ആഡ് ചെയ്ത് വെച്ചു. അടുത്ത പ്രാവശ്യം ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, അന്നേരം നമുക്ക് 5 ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കുക. അന്നേരം നെഗറ്റീവ് ആയിരുന്നു നേരത്തെ, ഇപ്പം അതിനെ ഒരിക്കൽ കൂടെ നെഗറ്റീവ് എന്തായി, നെഗറ്റീവ് ഓഫ് ടൈം പോസിറ്റീവ് വാല്യൂ ആവും, അതിന് പ്ലസ് സൈൻ ആയി കഴിഞ്ഞു. നേരത്തെ x⁻³ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ലൈൻ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള ഡിഫറൻസ് കൂടെ നമ്മൾ കൂട്ടിയാൽ മതി, ആഡ് ചെയ്ത് പ്രോഡക്റ്റ് ആക്കി മതി. എന്താണ് ഇത്, x⁻³ ഉണ്ടായിരുന്നു കൂടെ x × x ചെയ്ത് എന്തായി, x⁻5 ആയി. നേരത്തെ നമ്മുടെ ഈ 3 ഫാക്ടോറിയൽ ഉണ്ടായിരുന്നു, അതിനോട് എന്തായി 2 എണ്ണോട് ചെയ്തു, 4ൻ്റെയും 5 കൊണ്ടോടെ ചെയ്തു. എന്ന് പറഞ്ഞാൽ 2 × i എന്ന് പറഞ്ഞാൽ 2 ഐയുടെ വാല്യൂ 2ആണ്, 2 × 2 4ഉം അടുത്ത എന്താണ് 2 × 2 4 + 1 5. അന്നേരം 4ഉം 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നേരത്തെ ഉള്ള 3 ഫാക്ടോറിൻ്റെ കൂടെ നമ്മൾ വീണ്ടും കൂട്ടി വെച്ചു. നമുക്ക് എന്ത് കിട്ടി, നമുക്ക് 5x⁻5 ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ കിട്ടി. അത് നമ്മൾ സമ്മിൽ ഇങ്ങനെ നേരത്തെ കൂട്ടുന്ന സീരീസ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് വാല്യൂസ് ഡിഗ്രി 90യും നമ്മൾ ടേംസ് 8 വരെയൊക്കെ കൊടുത്താൽ ഏകദേശം 1ന് അടുപ്പിച്ചുള്ള ആക്യുറസി പോയിന്റായ 0.999999 പോയിന്റ് സംതിങ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, ക്ലിയർ? ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടേം ഈസ് ഈക്വൽ ടു ടേം ഇൻറ്റു സംതിങ്. അത് ഓരോ പ്രാവശ്യം പോസിറ്റീവ് നെഗറ്റീവ് ആൾട്ടർനേറ്റ് ടേംസ് ആണെങ്കിൽ മൈനസ് ടേം ആവും. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ടേം. സെയിം പ്രോഗ്രാം തന്നെ വേറെ രീതിയിൽ ടേം ആക്യുറസിക്ക് വേണ്ടി നമുക്ക് ചെയ്തു നോക്കാം. കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് വേയിൽ വേറൊരു മെത്തഡോളജിയിൽ ചെയ്തേക്കുന്നുള്ള മാത്രമേ ഉള്ളൂ. 7th സ്റ്റേറ്റ്മെന്റ് വരെ ഏകദേശം സെയിം ആണ്. അവിടെ എന്താണ് 7th എക്സ്പ്രഷൻ 2ൽ നോക്കുക, ടേംസിനല്ല നോക്കുന്നത്. ടേമിൻ്റെ ആക്യുറസി ഗ്രേറ്റർ ദാൻ 0.00001 വരെയുള്ള ആക്യുറസിക്ക് വേണ്ടി നമ്മൾ ചെയ്യുവാണ്. ഐയുടെ വാല്യൂ ഓരോ പ്രാവശ്യവും നമ്മൾ ഇവിടെ എന്താണ് ചെയ്തേക്കുന്നത്, i+2 ഇട്ടാണ്, വേറെ രീതിയിലാണ് ചെയ്തേക്കുന്നത്. നേരത്തെ ജസ്റ്റ് മുമ്പ് സയൻസ് സീരീസ് പ്രോഗ്രാമും ഇതും തമ്മിലുള്ള വ്യത്യാസം ലോജിക്കൽ ശകലം ലോജിക്കൊക്കെ സെയിം ആണ്, സ്റ്റേറ്റ്മെന്റ്സിൽ വ്യത്യാസമുണ്ട്. മറ്റേത് നമ്പർ ഓഫ് ടേംസ് ആണ് ചെയ്തതെങ്കിൽ ഇത് ആക്യുറസിക്കാണ് ചെയ്യുന്നുള്ളത്. നേരത്തെ പ്രോഗ്രാമും ടേം ആക്യുറസിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പ്രഷൻ 2ൻ്റെ അവിടെ ജസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് ടേം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.0001 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മാത്രം മതി, വാക്ക് വ്യത്യാസങ്ങളൊന്നും വലിയായിട്ട് ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സൈൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സൈൻ എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു സൈൻ ഓരോ പ്രാവശ്യം പോസിറ്റീവ് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താണ്, ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ സെപ്പറേറ്റ് കണ്ടുപിടിക്കുകയാണ്. ന്യൂമറേറ്ററിൽ എന്ന് പറഞ്ഞാൽ എന്ത്, പവർ ഫംഗ്ഷൻ ഉപയോഗിച്ച് x⁻i ഓരോ പ്രാവശ്യം 2 വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ആദ്യ പ്രാവശ്യം
ഓരോ പ്രാവശ്യവും നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. x⁻1 x⁻3 x⁻, ഓഡ് നമ്പറിന് വേണ്ടിയാണ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഐയുടെ വാല്യൂ 1 തുടങ്ങുന്നുണ്ട്. ആദ്യം x⁻1 ആയിരിക്കും, പിന്നെ x⁻3 ആവും, പിന്നെ x⁻5 ആവും. ഓക്കെ, അടുത്ത നമ്മൾ ഡിനോമിനേറ്ററിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടി ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കുന്നത്. ഓരോ പ്രാവശ്യം ഫുള്ളും കണ്ടുപിടിക്കും. നേരത്തെ ടേം ഇൻറ്റു സംതിങ് എന്നുള്ള സെയിം ഇൻറ്റു സംതിങ് എന്നുള്ള ലോജിക്കിലല്ല ചെയ്യുന്നത്. ഇവിടെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 1 ഓരോ പ്രാവശ്യവും നമ്മൾ ലൂപ്പിലിട്ട് എഫിന്റെ വാല്യൂ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുകയാണ്. ഡിനോമിനേറ്റർ എന്ന ഫാക്ടോറിയലാണ്. 5 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. അതിന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് കണ്ടുപിടിച്ച് നമ്മൾ ടേം കണ്ടുപിടിച്ചിട്ട് സൈനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സം ഈക്വൽ ടു സം പ്ലസ് ടേം ഇൻറ്റു സൈൻ. ഏത് ലോജിക്കാണോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആ രീതി ചെയ്യാം. വിവിധങ്ങളായ മാർഗ്ഗങ്ങളിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുള്ളൂ. സൈൻ സീരീസും ഇതേപോലെ കോസ് സീരീസൊക്കെ ഉണ്ട്. നിങ്ങളതും ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ടേം ആക്രസിക്കാണ് ചെയ്തതെങ്കിൽ ജസ്റ്റ് മുമ്പ് ചെയ്ത പ്രോഗ്രാം എന്താണ് നമ്മൾ ചെയ്തത്? നമ്പർ ഓഫ് ടേംസിന് വേണ്ടിയായിരുന്നു. ഓക്കെ, നിങ്ങൾക്കിതെല്ലാം ഫോർ ലൂപ്പിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ് ഒക്കെയാണ് ഇവിടെ തന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത സെഷനിൽ നമുക്ക് അറേസ് നോക്കാം. ഓക്കെ.